أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلكم يرشدون. ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. വാസ്തവത്തിൽ ഈ ആയത്ത് നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ വരികയാണ്. ഇപ്പോ നോമ്പിന്റെ ആയത്ത് അൽ-ബഖറ 183, 184, 185 അല്ലെ. പിന്നെ 186 ആയത്താണ്. പിന്നെ 157 വേറെ വരുന്നുണ്ട്. മറ്റ് ആയത്തുകളിലൊക്കെ നോമ്പിന്റെ നിയമങ്ങള് പ്രാധാന്യമൊക്കെ പറഞ്ഞപ്പോ ഈ ആയത്തിൽ അതൊന്നും അള്ളാഹു പറഞ്ഞില്ല. വേറൊരു കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നും ഇതിപ്പോ എന്തിനാണ് ഈ നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ വെച്ചത്. പക്ഷെ വാസ്തവത്തിൽ എന്റെ അർത്ഥം പഠിച്ചാല് നോമ്പുമായി ഏറ്റവും ബന്ധമുള്ള ഒരായത്താണ്. എന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അള്ളാഹു താല പറയാണ്, എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറഞ്ഞേക്കണം, ഞാൻ എവിടെയെങ്കിലും ഒന്നുമല്ല, ഞാൻ അവരുടെ തൊട്ടടുത്താണ്. ഇന്നി ഖരീബ്, ഞാൻ അവരുടെ തൊട്ടടുത്താണ്. ജീബ് ദഅവത്ത ദാഇ ഇദാ ദഅൻ, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കേണ്ട വിധം എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ തീർച്ചയായും ഉത്തരം കൊടുക്കും. അപ്പൊ നോമ്പ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്ന മാസം, അതാണ് റമദാൻ. അപ്പൊ ആ അർത്ഥത്തിൽ റമദാൻ എങ്ങനെയാണ് ഒരു അടിമക്ക് ആയിത്തീരുന്നത് എന്നതിന്റെ വിശദീകരണമാണ്. പക്ഷെ അതിനുള്ള കണ്ടീഷൻ അള്ളാഹു പറയാണ്, അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും വേണം, അവരെന്നിൽ വിശ്വാസം അർപ്പിക്കുകയും വേണം, ലഅല്ലഹും യർഷദൂൻ, എങ്കിൽ അവർ നേരായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോയേക്കും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിലെ നോമ്പ് മാത്രമല്ല, മറ്റെല്ലാ ഇബാദത്തുകളും ഏറ്റവും നന്നായി തീരുവാൻ നമുക്ക് ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ ആണ് ഈ ആയത്ത്.